Hello everyone, welcome to Brilliant EduTech, the best solution ever. കേരള വാട്ടർ അതോറിറ്റി നടത്തുന്ന കേരള PSC എക്സാം ആയ മൈക്രോബയോളജിസ്റ്റ് അഥവാ ബാക്ടീരിയോളജിസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പ്രിപ്പറേഷനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിനായിട്ട് നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്യുകയാണ്. 28-നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് സ്റ്റഡി സപ്പോർട്ട് ഉണ്ടായിരിക്കും, അതായത് നമ്മുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, MCQ ഡിസ്കഷൻ ഉണ്ടായിരിക്കും, നമ്മുടെ സിലബസ് ബേസ്ഡ് ടോപ്പിക്കിൽ അനുസരിച്ചായിരിക്കും നമ്മുടെ ക്വിസും കാര്യങ്ങളൊക്കെ പോകുന്നത്. അതുപോലെ സിലബസ് ഓറിയന്റഡ് നോട്ട്സ് ഉണ്ടായിരിക്കും, സ്റ്റഡി പ്ലാൻ റിമൈൻഡേഴ്സ് ഉണ്ടായിരിക്കും, ഏതാണ് ഇന്നത്തെ ദിവസം പഠിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് നിങ്ങളടുത്ത് പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. റിവിഷൻസും റിവിഷൻ ടെസ്റ്റുകളും ഉണ്ടായിരിക്കും. കൂടെ നമുക്ക് റിവൈസ് ചെയ്ത് റിവിഷൻ ടെസ്റ്റിലൂടെ നമ്മുടെ പ്രിപ്പറേഷനെ സെൽഫ് അനലൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മെന്റർഷിപ്പ്, ഈ ഒരു പ്രിപ്പറേഷൻ പീരീഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ അതിപ്പോൾ പഠനത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, അതുപോലെ നിങ്ങളുടെ മെന്റൽ ആയിട്ട് നിങ്ങളെ ഈ പ്രിപ്പറേഷൻ എങ്ങനെ കൊണ്ടുപോകണം, എക്സാമിന്റെ പ്രിപ്പറേഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിലാണെങ്കിലും നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടാവും. അപ്പോൾ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. കേരള വാട്ടർ അതോറിറ്റി നടത്തുന്ന കേരള PSC എക്സാം ആയ മൈക്രോബയോളജിസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ക്രാഷ് കോഴ്സ് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ആദ്യത്തെ മൊഡ്യൂളിന്റെ റിവിഷൻ ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിലെ വിജയികളാണ്, റാങ്ക് ഹോൾഡേഴ്സിനെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ചു വന്ന എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ഓരോ പോരായ്മകളും തിരുത്തി മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ പ്രിപ്പറേഷൻ ടൈം ആണ് അല്ലേ. അപ്പോൾ നിങ്ങളുടെ വീക്ക്നെസ് ഏതാണ്, സ്ട്രെങ്ത് എവിടെയാണെന്ന് മനസ്സിലാക്കി തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് കേട്ടോ. കേരള വാട്ടർ അതോറിറ്റി നടത്തുന്ന കേരള PSC എക്സാം ആയ മൈക്രോബയോളജിസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആയിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റെയിനിങ് ടെക്നിക്സിനെ കുറിച്ചാണ്. റിവേഴ്സ് ലേണിംഗിലൂടെ നമുക്ക് ഈ ഒരു ടോപ്പിക് പഠിക്കാം, ഒപ്പം തന്നെ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്ത് പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടിയുള്ള ബെൽ ബട്ടൺ അമർത്തുക, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും എനേബിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നമ്മുടെ ടെലിഗ്രാം ചാനലിലും വാട്സപ്പ് ചാനലിലും എൻറോൾ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. റീസെന്റ് ആയിട്ടുള്ള സയൻസ് ബേസ്ഡ് PSC എക്സാം അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കുന്നതാണ്. ഇനി മൈക്രോബയോളജിസ്റ്റിന്റെ പുതിയ സിലബസ് അനുസരിച്ച് നമ്മളൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മൈക്രോബയോളജിസ്റ്റ് KWA 2024 എന്നാണ് പ്ലേലിസ്റ്റ് നമ്മൾ നെയിം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്ലേലിസ്റ്റിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്ലേലിസ്റ്റ് വിസിറ്റ് ചെയ്യാത്തവർ മറക്കാതെ പ്ലേലിസ്റ്റ് വിസിറ്റ് ചെയ്യാനും ക്ലാസ്സുകൾ കാണാനായിട്ടും ശ്രദ്ധിക്കുക. A stain which is used for negative staining. നമ്മൾക്കറിയാം, നമ്മൾ സ്റ്റെയിനിങ് ടെക്നിക്കിനെ ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് അല്ലേ. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണ്? നെഗറ്റീവ് സ്റ്റെയിനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ ഏത് എന്നുള്ളതാണ്. ഉത്തരം നിഗ്രോസിനാണ്. നിഗ്രോസിന് വേറൊരു പേരും കൂടി ഉണ്ട്. എന്താണ് ആ പേര്? ഇന്ത്യ ഇങ്ക് കേട്ടോ. രണ്ടും ഒരേ ആളാണ്. ഇന്ത്യ ഇങ്ക് അഥവാ നിഗ്രോസിൻ. ഓക്കെ, അതൊരു അസിഡിക് ആയിട്ടുള്ള ഡൈ ആണ്. അസിഡിക് ഉണ്ട്, ആൽക്കലി ഉണ്ട്, ഒക്കെ നിങ്ങൾക്ക് അറിയാം. അസിഡിക് ആയിട്ടുള്ള ഡൈ ആണ്. pH 7-നേക്കാളും താഴെയായിരിക്കും. ഇവിടെ നമ്മുടെ ബാക്ടീരിയയുടെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ആണ് ഒബ്സർവ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ബാക്ടീരിയ മൊത്തത്തിൽ അങ്ങോട്ട് സ്ട്രെയിൻ ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ഈ പറയുന്ന ബാക്ടീരിയയുടെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ ഒബ്സർവ് ചെയ്യുകയും വേണം. അപ്പോൾ എന്തിനാണ് ഈ പറയുന്ന നെഗറ്റീവ് സ്റ്റെയിനിങ് അസിഡിക് ഡൈസ് വെച്ചിട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. ആദ്യത്തെ പോയിന്റ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ് എന്നുള്ളതാണ്. ഡൈ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? ബാക്ടീരിയയുടെ സർഫസിലുള്ള ആ ഒരു നെഗറ്റീവ് ചാർജിനെ റിപ്പൽ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം അല്ലേ, നെഗറ്റീവും റിപ്പൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സെല്ലിനകത്തോട്ട് പെനിട്രേറ്റ് ചെയ്ത് കയറുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അടുത്തത് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ആണ്. റിസൾട്ട്സ് ഒക്കെ നമുക്ക് നല്ല ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ക്ലിയർ ആയിട്ട് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. ലെയേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വൃത്തിയായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നെഗറ്റീവ് സ്റ്റെയിനിങ് മെയിനായിട്ട് എന്തെങ്കിലും ലെയേഴ്സ് ബാക്ടീരിയൽ സെല്ലിന് ചുറ്റും ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ കാണാനായിട്ട് സാധിക്കുന്ന രീതിയിലാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാപ്സ്യൂൾസ് ഒക്കെ വരുന്നത് അതിനൊരു എക്സാമ്പിൾ ആയിട്ടാണ്. നെഗറ്റീവ് സ്റ്റെയിനിങ് എന്തിനാണ് ചെയ്യുന്നത്? മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ഒബ്സർവ് ചെയ്യാനാണ്. ഇവിടെ ബാക്ടീരിയയെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ബാക്ടീരിയ മൊത്തമായിട്ട് നമ്മൾ അങ്ങ് സ്റ്റെയിൻ ചെയ്യുന്നില്ല, പക്ഷേ അതിൻ്റെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ഒബ്സർവ് ചെയ്യാനായിട്ട് ഈ പറയുന്ന നെഗറ്റീവ് സ്റ്റെയിനിങ് കൊണ്ട് സാധിക്കുന്നതാണ്. എക്സാമ്പിൾ ആരാണ്? നിഗ്രോസിനാണ്.
In simple staining using crystal violet, color of cockeye is. എന്താണ് കളർ ഓഫ് കോക്കായി? ബ്ലൂ ആണ്. സിമ്പിൾ സ്റ്റെയിനിങ് എന്ന് പറയുമ്പോൾ ഈ ഒരു ടെക്നിക്കിൽ സിംഗിൾ ഡൈ ആണ് യൂസ് ചെയ്യുന്നത്. എന്തിനാണ് ഈ ഡൈ? ഐഡന്റിഫൈ ചെയ്യാനും വിഷ്വലൈസ് ചെയ്യാനും വേണ്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ ഡൈ എന്ന് പറയുന്നത് മീഥൈലിൻ ബ്ലൂ ആവാം, ക്രിസ്റ്റൽ വയലറ്റ് ആവാം, അല്ലെങ്കിൽ സഫ്രാനിൻ കൂടെ ആവാം. ഈ കളർ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്? ഏത് ഡൈ ആണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ കളർ എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, കളറിൻ്റെ കൊക്കയുടെ കളറും എങ്ങനെയായിരിക്കും എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇനി സിമ്പിൾ സ്റ്റെയിൻ എന്ന് പറയുന്നത് പൊതുവെ ബേസിക് ഡൈസ് ആണ്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. പോസിറ്റീവ്ലി ചാർജ്ഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ബാക്ടീരിയയുടെ സെൽവാൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്, സ്ലൈറ്റ്ലി നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ പോസിറ്റീവായൊരു ഡൈ ഈ നെഗറ്റീവായ ബാക്ടീരിയയുടെ സെൽവാളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ അട്രാക്ഷൻ നടക്കും അല്ലേ? അപ്പം അതുവഴിയായിട്ട് ഈ പറയുന്ന ഡൈ നമ്മുടെ ബാക്ടീരിയയുടെ സെൽവാളിലോട്ട് കയറുന്നത് കാണാനായിട്ട് സാധിക്കും. സിമ്പിൾ ഡൈ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു സിംഗിൾ ഡൈ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഏത് കളറാണോ നമ്മൾ കൊടുത്തത് ആ ഒരു സെയിം അപ്പിയറൻസ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് സിമ്പിൾ സ്റ്റെയിനിങ് ടെക്നിക്ക് വർക്ക് ചെയ്യുന്നത്. സെയിം കളറിൽ തന്നെയാണ്. ഈവൻ നമ്മുടെ സാമ്പിളിനകത്ത് ഒരുപാടധികം ഓർഗാനിസംസ് ഉണ്ടെങ്കിലും എല്ലാം നമുക്ക് ഏത് ഡൈൻ്റെ കളറാണ്, ഇപ്പോൾ മിഥൈലിൻ ബ്ലൂ ആണെങ്കിൽ ബ്ലൂ കളറിൽ തന്നെ, ക്രിസ്റ്റൽ വയലറ്റ് ആണെങ്കിലും ബ്ലൂ കളറിൽ തന്നെ, സഫ്രാനിൻ ആണെങ്കിൽ റെഡ് കളറിലായിരിക്കും. ഈ ഒരു രീതിയിൽ ഏത് കൊടുത്തോ അതിനനുസരിച്ച് ഒരു റിട്ടേൺ ആണ് ഇവിടെ കിട്ടുന്നത്. സിംഗിൾ ഡൈ ആണ് യൂസ് ചെയ്യുന്നത്, റിസൾട്ട് സെയിം ടു സെയിം ആയിരിക്കും. സെയിം ഏത് കളറിലായിരുന്നോ അത് തന്നെയായിരിക്കും റിട്ടേൺ നമുക്ക് കിട്ടുന്നത്, സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന കളർ എന്ന് പറയുന്നത്. പിന്നെ പോസിറ്റീവ് ചാർജ്ഡ് ആണെന്ന് ഓർത്ത് വയ്ക്കുക, ബേസിക് ഡൈ ആണ്. എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ടെക്നിക്ക്? അപ്പോൾ നമുക്ക് ചില എക്സാമ്പിൾസ് നോക്കാം. ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്ങിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതൊക്കെ നമുക്കിവിടെ പഠിക്കാം. ഗ്രാം സ്റ്റെയിനിങ്, ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്, എൻഡോസ്പോർ സ്റ്റെയിനിങ്, ഫ്ലജെല്ല സ്റ്റെയിനിങ്, ക്യാപ്സ്യൂൾ സ്റ്റെയിനിങ് എല്ലാം എന്താണ്? ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ആണ്. നമ്മുടെ അടുത്ത് ചിലപ്പോൾ ഒരു ഓഡ് വൺ ഔട്ട് ഒക്കെ ചോദിച്ചു എന്ന് വരാം അല്ലേ? ഏതൊക്കെയാണ് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്, സിമ്പിൾ സ്റ്റെയിനിങ്, ഇതൊക്കെ നമ്മുടെ അടുത്ത് ചോദിച്ചെന്ന് വരാം. ഓക്കെ, ഇനി ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് നമ്മുടെ സ്പെസിമെൻ ഏതാണ് കാണേണ്ടത് എന്നതിനനുസരിച്ചിട്ടായിരിക്കും ആ ഒരു ടെക്നിക്ക് ഏത് യൂസ് ചെയ്യണം എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് വഴിയായിട്ട് നമുക്ക് ഒരുപാടധികം ഡിസീസ് ചേഞ്ചസ്, ബ്ലഡ് സെൽസിലുള്ള എന്തെങ്കിലും ചേഞ്ചസ് അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡിഫറൻസസ് ഒക്കെ വെച്ചിട്ട് മെഡിക്കൽ പ്രൊഫഷണൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസീസ് ഏതാണെന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ടെക്നിക്ക് പ്രവർത്തിക്കുന്നത്. ഗ്രാം സ്റ്റെയിനിങ് എന്ന് പറയുന്നത് ഒരു കോമൺ എക്സാമ്പിൾ ആണ്. എന്തിൻ്റെ? ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്ങിൻ്റെ എക്സാമ്പിൾ ആണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് ഡൈകളാണ്, ക്രിസ്റ്റൽ വയലറ്റും അതുപോലെ തന്നെ സെഫ്രാനിനും. അപ്പോൾ അതുവഴിയായിട്ട് നമുക്ക് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഉണ്ടോ, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തത് ഗ്രാം സ്റ്റെയിനിങ്ങിൽ സെഫ്രാനിൻ എന്തായാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സെഫ്രാനിൻ ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള സ്റ്റെയിൻ ആണ്. അതിനെ യൂസ് ചെയ്യുന്നത് കൗണ്ടർ സ്റ്റെയിൻ ആയിട്ടാണ്. എന്തായിട്ടാണ്? കൗണ്ടർ സ്റ്റെയിൻ ആയിട്ടാണ് ഗ്രാം സ്റ്റെയിനിങ് പ്രോസസ്സിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇത് ബേസിക്കലി ഒരു ബേസിക് ഡൈ ആണ്, ബേസിക് ആയിട്ടുള്ള ഡൈ ആണ്. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയകളെ ഡീകളറൈസ്ഡ് ആവുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സെഫ്രാനിൻ യൂസ് ചെയ്തിട്ടാണ് സ്റ്റെയിൻ ചെയ്ത് ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഡീകളറൈസ് ആയി പോകുന്നത് കൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന കൗണ്ടർ സ്റ്റെയിൻ ആണ് സെഫ്രാനിൻ എന്ന് പറയുന്നത്. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയസിന് ഈ പറയുന്ന പ്രശ്നമൊന്നുമില്ല, ഡീകളറൈസേഷൻ നടക്കുന്നില്ല. അതുകൊണ്ട് അവർ ബ്ലൂ കളറിലാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബേസിക് സ്റ്റെപ്സും ആ ഒരു ഔട്ട്ലൈനും നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം. ആദ്യം എന്താ ചെയ്യുന്നത്? പ്രൈമറി സ്റ്റെയിൻ ആണ് അപ്ലൈ ചെയ്യുന്നത്. പ്രൈമറി സ്റ്റെയിൻ ഇവിടെ ആരാണ്? ക്രിസ്റ്റൽ വയലറ്റ് ആണ്. ആരാണ്? ക്രിസ്റ്റൽ വയലറ്റ് ആണ്. അതിനുശേഷം മോർഡന്റ് ആഡ് ചെയ്യുന്നുണ്ട്. എന്താണ് ആഡ് ചെയ്യുന്നത്? മോർഡന്റ് ആഡ് ചെയ്യുന്നുണ്ട്. മോർഡന്റ് എന്ന് പറയുന്നത് ആരാണ്? ഗ്രാംസ് അയോഡിൻ ആണ് ഇവിടുത്തെ മോർഡന്റ് എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? അടുത്തത് നമ്മൾ ആഡ് ചെയ്യുന്നത് ആരെയാണ്? എത്തനോളിനെയാണ്. എത്തനോള് ഡീകളറൈസേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു റിയേജൻ്റ് ആണ്. അല്ലെങ്കിൽ അസറ്റോൺ യൂസ് ചെയ്യാം. അതിൻ്റെ രണ്ടിനെയും മിക്സ്ചറും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ കളറൊക്കെ പോവും, ഡീകളറൈസ് ആവുന്നുണ്ട്. ഗ്രാം പോസിറ്റീവ് ആണെങ്കിലോ ഈ പറയുന്ന കളർ ചേഞ്ച് സംഭവിക്കത്തില്ല കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രാം പോസിറ്റീവ് ഏതാണ്, ഗ്രാം നെഗറ്റീവ് ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി ഇവരെ നമുക്ക് ഗ്രാം നെഗറ്റീവിനെ കുറച്ചും കൂടെ വൃത്തിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് കൗണ്ടർ സ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ ഒരു കൗണ്ടർ സ്റ്റെയിൻ ആണ് നമ്മുടെ
സെഫ്രാനിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? പ്രൈമറി സ്റ്റെയിൻ അപ്ലൈ ചെയ്തു. ക്രിസ്റ്റൽ വയലറ്റ് ആണ് പ്രൈമറി സ്റ്റെയിൻ. മോർഡന്റ് ആഡ് ചെയ്തു. ഗ്രാംസ് അയഡിനാണ് മോർഡന്റ് ആയിട്ട് വരുന്നത്. ഡീകളറൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് എത്തനോളോ അസറ്റോണോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മിക്സ്ചറോ ആണ്. കൗണ്ടർ സ്റ്റെയിനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് സെഫ്രാനിൻ ആണ്. ഇനി എൻഡ് റിസൾട്ട് എന്താണ്? നമ്മുടെ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എല്ലാം തന്നെ പർപ്പിൾ കളറായിട്ടും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എല്ലാം തന്നെ ഒരു പിങ്ക് കളറായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ സെഫ്രാനിൻ എന്ന് പറയുന്നത് കൗണ്ടർ സ്റ്റെയിൻ ആണ്. നമ്മുടെ എൻഡോസ്പോർ സ്റ്റെയിനിങ്ങിനും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ കാർട്ടിലേജ്, മ്യൂസിൻ, മാസ്റ്റ് സെൽ ഗ്രാനുൾസിനൊക്കെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഈ പറയുന്ന സെഫ്രാനിൻ യൂസ് ചെയ്യാവുന്നതാണ്. ഗ്രാം സ്റ്റെയിനിങ്ങിൻ്റെ ബേസിക് ആയ ഒരു ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രിൻസിപ്പിൾ ഓർത്ത് വയ്ക്കുക. പ്രൈമറി സ്റ്റെയിൻ ആയിട്ട് ക്രിസ്റ്റൽ വയലറ്റ്, മോർഡന്റ് ആയിട്ട് നമ്മുടെ അയഡിൻ യൂസ് ചെയ്യുന്നുണ്ട്. ഡീകളറൈസിങ് ഏജന്റ് ആയിട്ട് അസറ്റോൺ അല്ലെങ്കിൽ ആൽക്കഹോളിനെ യൂസ് ചെയ്യുന്നുണ്ട്. കൗണ്ടർ സ്റ്റെയിൻ ആയിട്ട് സെഫ്രാനിൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്രാം പോസിറ്റീവ് ആണെങ്കിൽ ഒരു ബ്ലൂ വയലറ്റ് കളറിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗ്രാം നെഗറ്റീവ് ആണെങ്കിൽ റെഡിഷ് പിങ്ക് കളറിലാണ് പൊതുവെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ കളേഴ്സ് ഏതൊക്കെയാണ് സ്റ്റെപ്സ്, ഏത് ഓർഡറിലാണ് പോകുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ചോദ്യം മസ്റ്റായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഗ്രാം സ്റ്റെയിനിങ്ങിൻ്റേത്. ഇൻ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് പ്രൈമറി ഡൈ ഏത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പ്രൈമറി സ്റ്റെയിൻ എന്ന് പറയുന്നത് ഇവിടെ കാർബോൾഫ്യൂസിൻ ആണ്. അപ്പോൾ അതൊരു ലിപ്പിഡ് സൊല്യൂബിൾ ആയിട്ടുള്ള ഫീനോളൊക്കെയുള്ള ഒരു സ്റ്റെയിൻ ആണ്. നമ്മുടെ ഈ സെൽ വാളിനെ പെനിട്രേറ്റ് ചെയ്ത് കയറാനായിട്ട് സാധിക്കുന്ന രീതിയിലുള്ളൊരു സ്റ്റെയിൻ ആണ് കാർബോൾഫ്യൂസിൻ എന്ന് പറയുന്നത്. പൊതുവേ നമ്മുടെ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിൻ എന്ന് പറയുന്നത് ഒരു ഡിഫറൻഷ്യൽ സ്റ്റെയിൻ ആണ്. ആസിഡ് ഫാസ്റ്റ് ഓർഗാനിസത്തിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെയിൻ തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആസിഡ് ഫാസ്റ്റ് ഓർഗാനിസത്തിൽ വരുന്ന ഒരു മെമ്പറാണ് മൈക്കോ ബാക്ടീരിയം എന്ന് പറയുന്ന ജീനസിൽ വരുന്ന ബാക്ടീരിയാസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, മൈക്കോ ബാക്ടീരിയം, ട്യൂബർക്ലോസിസ് എന്നൊക്കെ. അതൊക്കെ ഈ ഒരു ജീനസിൽ വരുന്ന ബാക്ടീരിയാസ് ആണ്. ആസിഡ് ഫാസ്റ്റ് മൈക്രോ ഓർഗാനിസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അവരുടെ സെൽവാള് അങ്ങനെ ഇങ്ങനെയൊന്നും വേറെ ആൾക്കാരെ കടത്തി വിടത്തില്ല. അപ്പോൾ ഇവർക്ക് എന്തുണ്ട്? മൈക്കോളിക് ആസിഡ് ഉണ്ട്, അതുപോലെ ലാർജ് എമൗണ്ടിൽ ഫാറ്റി ആസിഡ് ഉണ്ട്, ലിപ്പിഡുകളുണ്ട്, വാക്സസ് ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും കടത്തി വിടാൻ പറ്റുന്ന ഒരു സെൽവാളല്ല ഇവർക്കുള്ളത്. ഇംപെർമിയബിൾ ആണ്. പെട്ടെന്ന് കടത്തി വിടുന്ന പെർമിറ്റിവിറ്റി കാണിക്കാത്തവരാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് സെൽവാൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാടധികം കോമ്പൗണ്ടിനോട് ഈ പറയുന്ന സെൽവാൾ റെസിസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മൈക്രോ ഓർഗാനിസത്തിന് നമുക്കൊരു സ്പെഷ്യൽ സ്റ്റെയിനിങ്, സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെയിനിങ് ഒന്നും പറ്റത്തില്ല. അവർക്ക് എന്ത് വേണം? ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്ടീരിയ ഈ പറയുന്ന ഡീകളറൈസേഷനോട് റെസിസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇവരെ നമുക്ക് എന്ത് വിളിക്കാം? ആസിഡ് ഫാസ്റ്റ്നസ് എന്ന് പറഞ്ഞ് വിളിക്കാവുന്നതാണ്. അപ്പോൾ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ നമ്മൾ പറഞ്ഞു മൈക്കോ ബാക്ടീരിയത്തിൽ വരുന്നതാണ്. അവരുടെ സെൽവാളിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ കണ്ടു. ഇവരെ നമുക്ക് പെട്ടെന്ന് ഡീസ്റ്റെയിൻ, അതായത് ഉണ്ടായിപ്പോയ ആ ഒരു സ്റ്റെയിനെ പിന്നെ മാറ്റിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഡീകളറൈസ് ചെയ്ത് കളറും ഇല്ലാതാക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവർ ഈ പറയുന്ന ഡീകളറൈസേഷനോട് റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് ആ ഒരു പ്രോപ്പർട്ടിനെയാണ് ആസിഡ് ഫാസ്റ്റ്നസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത് കേട്ടോ. പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിക്കാം. ആസിഡ് ഫാസ്റ്റ്നസ് ആണ് ആ പറയുന്ന പ്രോപ്പർട്ടി. നമ്മുടെ കാർബോൾഫ്യൂഷൻ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ പ്രൈമറി ഡൈ ആണ് അല്ലേ. പ്രൈമറി ഡൈ ആണ്. ഇതിൽ ഫീനോളും ഉണ്ട്. ഈ ഫീനോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന വാക്സി വാളാണ്, നല്ല സെൽവാളാണല്ലേ. ഒരുപാടധികം മൈക്കോളിക് ആസിഡും ഫാറ്റി ആസിഡും വാക്സും ലിപ്പിഡും ഒക്കെ ഉള്ള ഒരു സെൽവാളാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഫീനോൾ, നമ്മുടെ കാർബോൾഫ്യൂസിനകത്തുള്ള ഫീനോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ ഈ പറയുന്ന വാളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ കെൽപ്പുള്ള ആളാണ്. അപ്പോൾ ഈ പറയുന്ന കാർബോൾഫ്യൂസിൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവരെ സ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈമറി ഡൈ ആയിട്ട് യൂസ് ചെയ്യുന്നത് കാർബോൾഫ്യൂഷനെയാണ്. ഇനി നമ്മുടെ പ്രൈമറി ഡൈ ആയ കാർബോൾഫ്യൂഷൻ ചുമ്മാ അങ്ങ് കൊടുത്താൽ നമ്മുടെ സ്റ്റെയിൻ ഒന്നും നടക്കില്ല കേട്ടോ. അതിനു വേണ്ടി നമ്മൾ സ്റ്റീം വരെ യൂസ് ചെയ്യുന്നുണ്ട്, ചൂട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചൂട് കൊടുത്തിട്ടാണ് ഈ പറയുന്ന പ്രൈമറി ഡൈ ആയ കാർബോൾഫ്യൂഷൻ ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആസിഡ് ഫാസ്റ്റ് ആയ ഒരു ബാക്ടീരിയ, നമ്മുടെ ഒരു വിചാരിക്കുക, നമ്മുടെ ഒരു സെൽ പ്ലേറ്റിനകത്ത് അല്ലെങ്കിൽ ആ ഒരു പെട്രി പ്ലേറ്റിനകത്ത് നമുക്ക് രണ്ട് തരത്തിലുള്ള ബാക്ടീരിയാസും ഉണ്ട്. ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ളതും ഉണ്ട്, നോൺ ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ബാക്ടീരിയാസും ഉണ്ട്. ഇപ്പോൾ ഇതിനകത്തുള്ള ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ബാക്ടീരിയാസിനും പ്രൈമറി ഡൈ കൊടുത്തിട്ടുണ്ട്, നോൺ ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ബാക്ടീരിയയ്ക്കും പ്രൈമറി ഡൈ കൊടുത്തിട്ടുണ്ട്, ചൂടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ളവർ ഈ പറയുന്ന പ്രൈമറി ഡൈ ആയ കാർബോൾഫ്യൂസിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അവർ സ്റ്റെയിൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ആസിഡ് ആൽക്കഹോൾ അഥവാ ഡീകളറൈസർ ആഡ് ചെയ്യാണ്. അങ്ങനെ ഡീകളറൈസർ ആഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ നോൺ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു കളറ്, നമ്മൾ സ്വീകരിച്ച ആ കളർ ഉണ്ടല്ലോ, ആ ബാക്ടീരിയ സ്വീകരിച്ച കളറ് അതില്ലാതായിപ്പോവും.
കളർ അങ്ങ് പോവും. ആസിഡ് ഫാസ്റ്റ്നെസ് കാണിച്ച ബാക്ടീരിയ അങ്ങനെ ഇങ്ങനെയൊന്നും ഡീകളറൈസറിനോട് ഇടപെടുന്നില്ല. അപ്പം അതുകൊണ്ട് അവരുടെ കളറ് പോകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പ്രൈമറി സ്റ്റെയിൻ ഏതാണെന്ന് ആലോചിച്ച് വെക്കുക. കാർബോൾഫ്യൂസിൻ ആണ്. ലിപ്പിഡ് സൊല്യൂബിൾ ആണ്. ഫീനോൾ ഉണ്ട്. ഫീനോൾ ആണ് എന്ത് ചെയ്യുന്നത്, സെൽ വാളിലോട്ട് പെനിട്രേറ്റ് ചെയ്യാൻ ആ ഒരു സ്റ്റെയിനിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് കൂടാതെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഹീറ്റിന് വേണ്ടി നമ്മൾ ഹീറ്റ് കൊടുക്കുന്നുണ്ട്. സ്റ്റീം രൂപത്തിലാണ് കൊടുക്കുന്നത്. സ്റ്റീം എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കറിയാം നമ്മുടെ ബാക്ടീരിയയുടെ സെൽ വാളിൽ വാക്സി ലെയർ ആണ്. വാക്സി ലെയർ ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട്, ഒന്ന് ലൂസൺ ചെയ്യാനായിട്ട് സ്റ്റീം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൈമറി സ്റ്റെയിൻ സുഖമായിട്ട് എന്ത് ചെയ്യും, സെല്ലിനകത്തോട്ട് കയറി പോരുന്നതാണ്. കോൺസെപ്റ്റ് കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിൽ പതിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ക്ലാസ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ജെനുവിനായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ പറയുക. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ വേണ്ടതെന്ന് അറിയിച്ചാൽ അത് അത്രയും സന്തോഷമാണ്. അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെടുന്നുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക കേട്ടോ. ഇനി നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ നോക്കാനുണ്ട്. ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിൻ നമ്മൾ കൊടുക്കുകയാണ്. ഇവിടുത്തെ ഡീകളറൈസർ നമ്മൾ പറഞ്ഞു ആസിഡ് ആൽക്കഹോൾ ആണ് എന്നുള്ളത് പറഞ്ഞു. ഡീകളറൈസർ ആഡ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ബാക്ടീരിയയ്ക്ക് ഈ പറയുന്ന ഡീകളറൈസേഷൻ എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവർക്ക് നമ്മൾ കൗണ്ടർ സ്റ്റെയിൻ കൊടുക്കുകയാണ്. കൗണ്ടർ സ്റ്റെയിൻ കൊടുത്തു കഴിഞ്ഞാൽ നോൺ ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ബാക്ടീരിയാസ് എല്ലാം തന്നെ കൗണ്ടർ സ്റ്റെയിൻ എടുക്കുകയും അതിനുശേഷം അവർ അഗെയിൻ കളർ ആവുകയും സ്റ്റെയിൻ ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ കേസിൽ കൗണ്ടർ സ്റ്റെയിൻ ആരാണ്, ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങിനകത്ത് വരുന്ന കൗണ്ടർ സ്റ്റെയിൻ മീത്താലിൻ ബ്ലൂ ആണ്. അപ്പോൾ ആസിഡ് ഫാസ്റ്റ്നെസ് എന്ന് പറയുന്നത് മൈക്കോബാക്ടീരിയം, നൊക്കാർഡിയ പോലുള്ള സ്പീഷീസ് ജനറേനകത്തൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ആസിഡ് ഫാസ്റ്റ്നെസ് എന്ന് പറയുന്നത്. നൊക്കാർഡിയ ഒക്കെ വീക്ക്ലി ആസിഡ് ഫാസ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഫീച്ചർ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് ഈ പറയുന്ന ഡീകളറൈസർ കൊണ്ട് എഫക്റ്റഡ് ആവുന്നില്ല. അപ്പോൾ ഇവർ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഈ പറയുന്ന സ്റ്റെയിനിങ് പ്രൊസീജിയർ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡിസീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്, ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഡിസീസ് ആണെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സ്റ്റെയിനിങ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് ഇവരെ കൃത്യമായിട്ട് ആസിഡ് ഫാസ്റ്റ് ആണോ എന്ന് മനസ്സിലാക്കാം, മൈക്കോബാക്ടീരിയ ആണോ നൊക്കാർഡിയ ആണോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ട്യൂബർക്ലോസിസ് പോലുള്ള അസുഖങ്ങൾ, ലെപ്രോസി പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഈ പറയുന്ന ജീനസിൽ വരുന്ന ബാക്ടീരിയാസ് ആണ്. അപ്പോൾ ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ബാക്ടീരിയ എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ആരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന് കണ്ടുപിടിക്കാനായിട്ട് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻ അഡീഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ കാരണം ഉണ്ടാവുന്ന ഒരു ഡിസീസ് ഉണ്ട്, ലങ്ങിനകത്ത് ഉണ്ടാവുന്ന ഡിസീസാണ്. ആൻറ്റിബയോട്ടിക് തെറാപ്പി ഒക്കെ ചെയ്യുമ്പോൾ ലങ്ങിൽ എന്തെങ്കിലും തരത്തിൽ ഈ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് പ്രൊസീജിയർ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒന്നും കൂടെ നോക്കിക്കേ, കാർബോൾഫ്യൂഷൻ ആണ് പ്രൈമറി സ്റ്റെയിൻ. ഹീറ്റിംഗ് ചെയ്യുന്നു, നമ്മുടെ സെൽസ് ഒക്കെ ലൂസൺ അപ്പ് ചെയ്തു, നമ്മുടെ ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ബാക്ടീരിയയുടെ ഉള്ളിലോട്ട് കയറി ചെല്ലാനായിട്ട് നമ്മുടെ പ്രൈമറി സ്റ്റെയിനെ അലോ ചെയ്യുന്നു. ദെൻ ഡീകളറൈസർ ആഡ് ചെയ്യുന്നു. ആസിഡ് ആൽക്കഹോൾ വാഷ് കൊടുത്തു കഴിഞ്ഞ് ഡീകളറൈസേഷൻ ചെയ്തു. അപ്പോൾ നമ്മുടെ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ ഒഴിച്ച് നോൺ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയയുടെ എല്ലാത്തിനെയും കളർ പോയി കേട്ടോ. അത് കഴിഞ്ഞ് കൗണ്ടർ സ്റ്റെയിൻ ആയിട്ട് മീത്തൈലിൻ ബ്ലൂ ആണ്, അതും മൂലയിച്ച് വയ്ക്കുക. മീത്തൈലിൻ ബ്ലൂ ആണ് കൗണ്ടർ സ്റ്റെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നോൺ ആസിഡ് ഫാസ്റ്റ് ഏതാണ്, ആസിഡ് ഫാസ്റ്റ് ഏതാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ടൈമും ഒന്ന് ആലോചിച്ച് വയ്ക്കുക. പ്രൈമറി സ്റ്റെയിൻ നമ്മുടെ കാർബോൾഫ്യൂഷൻ 30 സെക്കൻഡ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷം ഹീറ്റ് കൊടുത്തു. ഹീറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഡീകളറൈസേഷൻ ചെയ്യാണ്. ഡീകളറൈസേഷൻ ചെയ്യുമ്പോൾ 15 മുതൽ 20 സെക്കൻഡത്തേക്കാണ് നമ്മൾ ഈ പറയുന്ന ആസിഡ് ആൽക്കഹോൾ വാഷ് കൊടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം കൗണ്ടർ സ്റ്റെയിൻ ചെയ്യാണ്. കൗണ്ടർ സ്റ്റെയിൻ ചെയ്യുന്നത് മീത്തൈലിൻ ബ്ലൂ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് നോൺ ആസിഡ് ഫാസ്റ്റ് ചെയ്ത് ആസിഡ് ഫാസ്റ്റ് ചെയ്തെന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റെയിനിങ് റിയേജൻറ്റ് ഫോർ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. നമ്മൾ ഗ്രാം സ്റ്റെയിനിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി ഗ്രാം പോസിറ്റീവിടെ സ്റ്റെയിനിങ് റിയേജൻറ്റ് ആരെയെന്ന് ചോദിച്ചാൽ ആരെ പറയണം? ക്രിസ്റ്റൽ വയലറ്റ് ആണ് ഗ്രാം സ്റ്റെയിനിങ്ങിൽ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ സ്റ്റെയിനിങ് റിയേജൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിന് തിക്കായിട്ടുള്ള ഒരു പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ഉണ്ട്. അതിനകത്ത് റീറ്റെയിൻ ആവുന്നത് ഈ പറയുന്ന ഡൈ ആണ്. ബ്ലൂ കളറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഗ്രാം സ്റ്റെയിനിങ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഹാൻസ് ക്രിസ്ത്യൻ ഗ്രാം എന്ന് പറയുന്ന ഡാനിഷ് ബാക്ടീരിയോളജിസ്റ്റ് ആണ് ഗ്രാം സ്റ്റെയിനിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സാധാരണ ചോദിക്കാറുള്ള ചോദ്യമാണ്. ഇനി ഇയറും കൂടെ ഒന്ന് നോട്ട് ചെയ്യുക. 1884 ഈ ഒരു ഗ്രാം സ്റ്റെയിനിങ് ഡെവലപ്പ് ചെയ്തത്. ഇനി ഗ്രാം സ്റ്റെയിനിങ്ങിൽ അയഡിൻ ആരായിട്ടാണ്, എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്?
ഗ്രാം സ്റ്റെയിനിങ്ങിൽ അയഡിനെ മോർഡൻ്റ് ആയിട്ട്, അതായത് ഡൈയിൻ്റെ ഫിക്സേറ്റീവ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രൈമറി സ്റ്റെയിൻ ഒക്കെ എടുത്തു, നമ്മൾ ക്രിസ്റ്റൽ വയലറ്റിനെ എടുത്തു. അതിനുശേഷം നമുക്ക് കിട്ടുന്നത് ക്രിസ്റ്റൽ വയലറ്റ് അയഡിൻ കോംപ്ലക്സ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു പർപ്പിൾ കളറാണ് കേട്ടോ. എന്ത് കളറാണ് കിട്ടുക? പർപ്പിൾ കളറാണ് കിട്ടുന്നത്. അയഡിൻ ഇവിടെ ഒരു മോർഡൻ്റ് ആയിട്ട് അഥവാ ഒരു ട്രാപ്പിംഗ് ഏജൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള മോളിക്യൂൾസ് ഉണ്ട്, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള നമ്മുടെ ക്രിസ്റ്റൽ വയലറ്റിൻ്റെ ആ ഒരു ഇതുമായിട്ട് മോളിക്യൂൾസുമായിട്ട് അവർ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇതുവഴിയായിട്ട് ക്രിസ്റ്റൽ വയലറ്റ് പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയറിൽ എന്താവുന്നുണ്ട്? ട്രാപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. മോർഡൻ്റ് ആണല്ലേ നമ്മുടെ അയഡിൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് അവിടെ ഫിക്സേഷൻ നടക്കുന്നത്. അപ്പോൾ അയഡിൻ എന്ന് പറയുന്നത് ഗ്രാം സ്റ്റെയിനിങ്ങിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട്, ഗ്രാം പോസിറ്റീവിനും ഗ്രാം നെഗറ്റീവിനും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ്. ഇപ്പോൾ നമ്മുടെ അയഡിൻ ക്രിസ്റ്റൽ വയലറ്റിനെ കുറച്ചുകൂടെ നന്നായിട്ട് ഗ്രാം പോസിറ്റീവ് ഓർഗാനിസത്തിലോട്ട് പെനിട്രേറ്റ് ചെയ്യാനും അതുമായിട്ട് ചേരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. Which of the staining technique helps in demonstrating spore structure in bacteria as well as of free spores? എൻഡോസ്പോർ സ്റ്റെയിൻ ആണ് അതിന് ഉത്തരം വരുന്നത്. അതായത് ഒരുപാടധികം സ്റ്റെയിനിങ് ടെക്നിക്സ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് സെല്ലിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ എൻഡോസ്പോർ സ്റ്റെയിനിങ് വഴിയായിട്ടാണ് നമുക്ക് സ്പോർ സ്ട്രക്ചർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നത്. അഡ്വേഴ്സ് ആയ എൻവയോൺമെന്റൽ കണ്ടീഷനിൽ ബാക്ടീരിയ റിലീസ് ചെയ്യുന്ന ഒന്നാണ് എൻഡോസ്പോർ എന്ന് പറയുന്നത്. കെമിക്കൽ എക്സ്പോഷറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെസിക്കേഷനോ എക്സ്ട്രീം ഹീറ്റ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് എൻഡോസ്പോറിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. ബാക്ടീരിയൽ എൻഡോസ്പോർ എന്ന് പറയുന്നത് മോസ്റ്റ് റെസിസ്റ്റൻ്റ് ആയ ഒരു സ്ട്രക്ചർ ആയിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവർക്ക് ഈ ഒരു സ്റ്റേജിൽ, അതായത് എൻഡോസ്പോർ ആയിരിക്കുന്ന സ്റ്റേജിൽ ഡോർമൻ്റ് ആയിട്ട്, അതായത് ഒരു ആക്ടിവിറ്റിയും ഇല്ലാതെ ഡീഹൈഡ്രേറ്റഡ് ആയ ഒരു സ്റ്റേജിൽ അവർക്ക് ആ ഒരു സ്റ്റേറ്റിൽ 100 ഇയേഴ്സ് വരെ അല്ലെങ്കിൽ ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് വരെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അലൈവായിട്ട് നിൽക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എൻഡോസ്പോർ സ്റ്റെയിനിങ്ങിൻ്റെ പ്രൊസീജിയറാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഓഫ് മാൽഷേഡ് ഗ്രീൻ പ്രൈമറി സ്റ്റെയിൻ ആണ്. അത് കഴിഞ്ഞ് അപ്ലിക്കേഷൻ ഓഫ് ഹീറ്റ് ആണ്, മോർഡൻ്റ് ആയിട്ടാണ് ഹീറ്റ് വരുന്നത്. അതൊന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹീറ്റിംഗ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ വാട്ടർ അപ്ലൈ ചെയ്യുന്നു ഡീകളറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സഫ്രാനിൻ ആഡ് ചെയ്യുന്നു കൗണ്ടർ സ്റ്റെയിൻ ആയിട്ട്. അപ്പോൾ ബേസിക്കലി ഇതാണ് 4 സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പ്രൈമറി ഡൈ ആണ് മാൽഷേഡ് ഗ്രീൻ. ഇതൊരു വീക്ക്ലി ബൈൻഡിങ് ആയിട്ടുള്ള ഡൈ ആണ്. സെൽ വാളിനോടും സ്പോർ വാളിനോടും അത്ര നല്ല രീതിയിൽ ബൈൻഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ നമ്മൾ വെള്ളം കൊണ്ട് വാഷ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് അത് സെൽ വാളിൽ നിന്ന് വരുന്നതായിട്ട് കാണാം. പക്ഷേ സ്പോർ വാളിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് വരില്ല വൺസ് അത് ലോക്ക് ആയി കഴിഞ്ഞാൽ. അപ്പോൾ സ്റ്റീമിങ് വഴിയായിട്ടാണ് കേട്ടോ നമ്മളിതിനെ ഫിക്സ് ചെയ്യുന്നത്. അതായത് ലോ പെർമിയബിലിറ്റി ഉള്ള ഈ ഒരു ഡൈനെ പെർമിയേറ്റ് ചെയ്യാനായിട്ട്, അതിലേക്ക് പിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് സ്റ്റീമിംഗ് ആണ്. അപ്പോൾ ഹീറ്റിംഗ് ഓഫ് ബാക്ടീരിയ വിൽ മേക്ക് സ്പോർ വാൾ മോർ പെർമിയബിൾ ടു മാൽഷേഡ് ഗ്രീൻ. അപ്പോൾ അതുവഴിയായിട്ട് ഈ മാൽഷേഡ് ഗ്രീൻ പോയിട്ട് പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയറിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടതെന്ന് നോക്കാം. റിയേജൻസ് വരുന്നത് മാൽഷേഡ് ഗ്രീൻ, സഫ്രാനിൻ, ആസിഡ്, ആൽക്കഹോൾ ഒക്കെയാണ്. പേപ്പർ ടവൽ യൂസ് ചെയ്യുന്നുണ്ട്, ബാസിലസ് കൾച്ചർ യൂസ് ചെയ്യുന്നുണ്ട്, സ്ലാൻഡോ അല്ലെങ്കിൽ പ്ലേറ്റ് അഗാറോ ആയിരിക്കും, സ്ലാൻഡ് കൾച്ചർ ചെയ്തതോ അല്ലെങ്കിൽ പ്ലേറ്റിൽ. അപ്പോൾ പ്രൊസീജിയർ നോക്കുകയാണെങ്കിൽ ബാസിലസ് സ്പീഷീസിൻ്റെ സ്മിയർ എടുക്കുന്നു, അതിനെ എയർ ഡ്രൈ ചെയ്ത് ഹീറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് അനുവദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഹീറ്റ് ഫിക്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ബോയിൽ ചെയ്യാനായിട്ട് അനുവദിക്കുന്നുണ്ട് വാട്ടറിനെ. അവിടെ നിന്നുള്ള സ്റ്റീം വഴിയായിട്ടാണ് നമ്മളിവിടെ ഫിക്സിങ് ചെയ്യുന്നത്. ഇനി ഇത് കൂടാതെ ഒരു പേപ്പർ ടവൽ നമ്മളൊരു സ്മോൾ പീസാക്കി കട്ട് ചെയ്ത് സ്മിയറിൻ്റെ മേലെ വെക്കുന്നുണ്ട്. ആ ഒരു ടവൽ വഴിയായിട്ടാണ് ഡൈ പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ടവൽ വയ്ക്കുമ്പോൾ കൂടുതൽ നേരം ഡൈയും ബാക്ടീരിയ വാൾസുമായിട്ട് കോണ്ടാക്റ്റിലിരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രൈമറി ഡൈ ആയ മാൽഷേഡ് ഗ്രീൻ 5 മിനിറ്റോളാണ് നമ്മൾ വെക്കുന്നത്. ഹീറ്റ് ഫിക്സ് ചെയ്യുന്നു, അതിനുശേഷം ഡീകളറൈസർ വെച്ച് വാഷ് ചെയ്യുന്നു. വാട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ അഗെയിൻ സ്മിയർ ചെയ്യുകയാണ് കൗണ്ടർ സ്റ്റെയിൻ വെച്ച്. സഫ്രാനിനാണ് 1 മിനിറ്റാണ് കേട്ടോ നമ്മൾ സഫ്രാനിൻ വെച്ച് ട്രീറ്റ് ചെയ്യുന്നത്. അതിനുശേഷവും നമ്മൾ വാഷ് ചെയ്യുന്നുണ്ട്, ബ്ലോ ഡ്രൈ ചെയ്യാനായിട്ട് അനുവദിക്കുന്നുണ്ട്. അതിനുവേണ്ടി ബിബിലസ് പേപ്പർ യൂസ് ചെയ്യുന്നു. ഇനി ഇവിടുത്തെ ഇൻഫറൻസ് ഫൈനൽ റിസൾട്ട് നോക്കുകയാണെങ്കിൽ സ്പോർസ് ലൈറ്റ് ഗ്രീൻ കളറിൽ കാണാൻ സാധിക്കും. വെജിറ്റേറ്റീവ് സെൽ വാൾസ് കൗണ്ടർ സ്റ്റെയിൻ ആയ സഫ്രാനിനെ ആയിരിക്കും പിക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ വെജിറ്റേറ്റീവ് സെൽസ് എന്ത് ആയിരിക്കും? കൗണ്ടർ സ്റ്റെയിൻഡ് ആയിട്ടുള്ള ആ കളറിലാണ് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ചധികം നേരത്തെ എഫേർട്ടാണ് നിങ്ങൾ കാണുന്ന ഓരോ ക്ലാസ്സുകളും. അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ സജഷൻസ്, ഒപ്പീനിയൻസ് താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ അടുത്തൊരു ക്ലാസ് ആയിട്ട് കാണാം. അപ്പോൾ ടിൽ ദെൻ എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ആശംസിക്കുന്നു.
താങ്ക് യു.